മേരി ആവാസ് സുനോ എന്ന പാഠഭാഗത്തിലെ ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. താലീമി സർഗർമിയ പഠന പ്രവർത്തനങ്ങൾ. ഓക്കെ, ഒന്നാമത്തെ വന്നിട്ടുള്ളത് ബച്ചോ ഈ ഗസൽ മുഖ്തലിഫ് തർജോമെ സുനായിയെ. കുട്ടികളെ ഈ ഗസൽ വ്യത്യസ്ത രീതികളിൽ കേൾപ്പിക്കാനാണ് അല്ലെങ്കിൽ അവതരിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ പ്രവർത്തനം ഗസൽ കെ ചന്ദ് അഷ്ആർ ഖോർസെ പഠിയെ. ഗസലിൻ്റെ കുറച്ച് അഷ്ഹാറുകൾ, വരികൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിക്കുക. ഉൻമേൻസെ കാഫിയ ഓർ റദീഫ് പഹചാനിയെ. അതിൽ നിന്നും കാഫിയയും റദീഫും കണ്ടെത്തൂ. ദീവാറോം സെ മിൽക്കർ റോന അച്ഛാ ലഗ്താ ഹെ, അമ്പി പാഗൽ ഓ ജായേങ്കി ഐസാ ലഗ്താ ഹെ. ഇതിൽ നിന്നും കാഫിയും റദീഫും കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കാഫിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ആവാസ് അൽഫാസ് പോലെ ഒരേ സൗണ്ടിൽ വരുന്ന വ്യത്യസ്ത വാക്കുകളാണ്. ഈ വരികളിൽ വരുന്ന കാഫിയ, അച്ച, ഐസ എന്നീ വാക്കുകളാണ്. ഇനി റദീഫ് എന്ന് പറയുന്നത് ഗസലിൻ്റെ വരികളിൽ അവസാന ഭാഗത്ത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന, ഒരേപോലെ വരുന്ന പദങ്ങളാണ്. ഇവിടെ വന്നിട്ടുള്ളത് ലഗ്താഹെ എന്നുള്ളതാണ്. ഈ വരികളിൽ വന്നിട്ടുള്ളത് രണ്ടിൻ്റെയും അവസാന ഭാഗത്ത് വന്നിട്ടുള്ളത് ലഗ്താഹെ, അതാണ് ഇവിടുത്തെ റദീഫ്. ഓക്കെ, അടുത്ത വരികൾ നോക്കാം. ദിലേ നാദാം തുജേ ഹുവ ക്യാ ഹെ, ആഖിറുസ് ദർദ് കി ദവാ ക്യാ ഹെ. ഇവിടെ കാഫിയായി വന്നിട്ടുള്ളത് ഹവ, ദവ എന്ന പദങ്ങളാണ്. അതുപോലെ റദീഫായിട്ട് വന്നിട്ടുള്ളത് ക്യാ ഹെ ആണ്. അടുത്ത പ്രവർത്തനം ഗസൽ ഗോ ഷായറോം ഓർ ഗുലൂഗാറോം കെ നാം അലഗ് കർക്കെ ലിഖിയെ. താഴെ കുറിച്ച് വ്യക്തികളുടെ ഫോട്ടോസ് തന്നിട്ടുണ്ട്. അതിൽ നിന്നും ഗസൽ ഗോ ഷായറോം, അതായത് ഗസൽ എഴുതുന്ന കവികളും ഓർ ഗുലൂഗാറും പാടുന്നവരെയും നാം അലഗ് കർക്കെ ലിഖിയെ പേരുകൾ വേർതിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ഗസൽ ഗോ ഷായറോം, അതായത് ഗസൽ എഴുതുന്ന കവികളുടെ പേരുകൾ നോക്കാം. മിർസ ഖാലിബ്, ഫിറ ഗോരഖ്പുരി, മീർ തഖി മീർ, ജിഗർ മുറാദാബാദി എന്നിവരാണ് ഗസൽ എഴുതുന്ന കവികൾ. അടുത്തതായി ഗസൽ ഗുലൂഗാരോം, അതായത് ഗസൽ ഗായകരാരൊക്കെയെന്ന് നോക്കാം. പങ്കജ് ഉദാസ്, ഗുലാം അലി, ബീഗം അക്തർ, മെഹദി ഹസൻ തുടങ്ങിയവരാണ് ഗസൽ ഗായകർ. അടുത്ത ചോദ്യം പസന്ദീദ ഗസൽ ഗോ ഷുറാ കെ ബാരെ മേ മാലൂമാത്ത് ഹാസിൽ കർക്കെ സവാനി നോട്ട് ലിഖിയെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗസൽ ഷായറിനെ കുറിച്ച് ജീവചരിത്രക്കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മിർസ ഖാലിബിനെ കുറിച്ചുള്ള ഒരു സവാനി നോട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മിർസ ഖാലിബ് ക അസൽ നാം, മിർസ ഖാലിബിൻ്റെ യഥാർത്ഥ പേര് മിർസ അസദുല്ല ബി ഖാൻ ത, മിർസ അസദുല്ല ഖാൻ എന്നായിരുന്നു. 27 ഡിസംബർ 1797 ആഗ്ര മേ പൈദാ ഹുയെ, ആഗ്രയിലാണ് ജനിച്ചത്. ഉറുദു ഓർ ഫാർസി കെ അസീം ഷായർത്തെ, ഉറുദുവിലെയും അതുപോലെ ഫാർസിയിലെയും ഒരു പ്രമുഖ അല്ലെങ്കിൽ പ്രശസ്തനായിട്ടുള്ള കവിയായിരുന്നു. ഉൻകി ഷായരി മേ, അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഇഷ്ക് പ്രേമവും, ഫിൽസഫെ ഫിലോസഫിയും, ഓർ ജിന്ദഗി കെ അക്കായിക്ക് ഇക്കാസി മിൽത്തി ഹെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെ ഒരു പ്രതിഫലനവും അദ്ദേഹത്തിൻ്റെ കവിതകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉൻക മഷ്ഹൂർ മജ്മൂഹ ദീവാനെ ഖാലിബ് എ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശസ്തമായിട്ടുള്ള ഒരു സമാഹാരമാണ് ദീവാനെ ഖാലിബ്. ഖാലിബിക്ക ഇന്തിഹാൽ, അദ്ദേഹത്തിൻ്റെ മരണം ഫെബ്രുവരി 15, 1869 ദില്ലി മേ ഹുവ, ദില്ലിയിലാണ് സംഭവിച്ചത്. ഓക്കെ, അടുത്ത ചോദ്യം ഗസൽ കോ മുഖ്തലിഫ് ഹിന്ദുസ്ഥാനി രാഗോ മേ പേഷ് കിയാ ജാതാ ഹെ. ഗസലിനെ ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ വിവിധ രാഗങ്ങളിൽ അവതരിപ്പിക്കാൻ സാധിക്കും. ജിസ്മേ മുഖ്തലിഫ് മ്യൂസിക്കി ആലാത്ത് ബി ഇസ്തിമാൽ കിയ ജാതാ ഹെ, അതിൽ വിവിധ തരത്തിലുള്ള മ്യൂസിക് ഉപകരണങ്ങളും ഉപയോഗിക്കുന്നുണ്ട്. നീച്ചെ ചന്ദ് മ്യൂസിക്കി ആലാത്ത് കി തസ്വീർ ഹെ, താഴെ കുറിച്ച് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഉൻകെ നാം ലിഖിയെ, ഇതിൻ്റെ പേരുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹാർമോണിയം, വീണ, ഷഹനായി, तबला। गज़ल उर्दू शायरी की आबरू है।
ഗസൽ ഉറുദു കവിതയുടെ അഭിമാനമാണ്. ഗസൽ കെ ബാരെ മേ ആപ് ക്യാ ജാൻതേ ഹേ? ഗസലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയുക? അപ്നെ അൽഫാസ് ലിഖിയേ. ഗസലിനെ കുറിച്ച് സെൻറ്റൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗസൽ ഉറുദു ഷായരിക്ക് മഖ്ബൂൽ സിൻഫേ. ഗസൽ എന്ന് പറയുന്നത് ഉറുദു സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. ഗസൽ കാ ആഖാസ് ഫാർസി ഷായരി സെ ഹുവ. ഗസലിൻ്റെ തുടക്കം ഫാർസി കവിതയിൽ നിന്നുമായിരുന്നു. ഓർ 13വീं സദി മേ 13ാം നൂറ്റാണ്ട് കാലഘട്ടത്തെ ഹിന്ദുസ്ഥാൻ പഹുഞ്ചി, ഇന്ത്യയിലെത്തി. ഉറുദു മേ ഗസൽ കോ ഫുറൂ ദേനെ മേ. ഉറുദുവിൽ ഗസൽ ആരംഭിക്കുന്നതിൽ ദില്ലിക്ക് സൂഫി ഷുഹറ. ഡൽഹിയിലെ സൂഫി കവികൾക്ക് അഹം റോൾ ഹേ, ഒരു പ്രധാനപ്പെട്ട റോൾ ഉണ്ടായിരുന്നു. ഗസൽ കാ ഹർ ഷിഹർ മേ. ഗസലിൻ്റെ ഓരോ ഷിഹറിലും 2 വരികളിലും ഏക് മുക്കമ്മിൽ ഖയാൽ കാ ഇസ്ഹാർ കർത്താ ഹേ, ഒരു അഭിപ്രായം അടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു വിഷയം അടങ്ങിയിട്ടുണ്ടാവും. ഗസൽ കെ പാലെ ഷിയർ കോ മത്ല കഹത്തെ ഹേ. ഗസലിൻ്റെ ആദ്യത്തെ 2 വരികളെ, ആദ്യത്തെ ഷിയറിനെ മത്ല എന്നാണ് പറയുന്നത്. ആഖിരി ഷിയർ കോ മഖ്ത കഹത്തെ ഹേ. അവസാനത്തെ വരികളെ, അല്ലെങ്കിൽ അവസാനത്തെ ഷിഹറിനെ മഖ്ത എന്നാണ് പറയുന്നത്. ജിസ്മേ ഷായർ അപ്ന തഖല്ലുസ് ഇസ്തിമാൽ കർത്തെ ഹേ. അതിൽ കവികൾ തൻ്റെ തൂലികാനാമം ഉപയോഗിക്കും. ഗസൽ മേ റദീഫ് ഓർ കാഫിയ ബി ഹോത്തെ ഹേ. ഗസലിൽ റദീഫും കാഫിയയും ഉണ്ടാകും. ഗസൽ കെ മൗസൂഹ് വിഷയങ്ങൾ ഇഷ്ക് വ മുഹബത്ത്, സ്നേഹവും പ്രേമവും, ദർദ് വ ഖം, ദുഃഖവും സങ്കടവും, ജുദായി, വേർപിരിയൽ, സമാജി മസ്അല, സാമൂഹിക പ്രശ്നങ്ങൾ, വഖീറാഹിം തുടങ്ങിയവ ആയിരിക്കും. ഗസൽ ഉർദു കാ നാം ദുനിയാ ഭർ പഹുഞ്ചായി. ഗസൽ ഉറുദുവിൻ്റെ പേര് ലോകമെമ്പാടും എത്തിച്ചു. ഇസ്ലിയെ ഉറുദു ഗസൽ കോ ഉറുദു മേ ഏക് അഹം മക്കാം രഖ്തി ഹേ. അതുകൊണ്ട് ഇന്നും ഉറുദു ഗസലിന് ഒരു വലിയ സ്ഥാനമുണ്ട്, ഉറുദുവിൽ ഒരു വലിയ സ്ഥാനമുണ്ട്.